ദെൻ നമുക്ക് 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, പ്ലാനിങ് എന്താണെന്നുള്ളത് ഇവിടെ ഞാൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ മീനിങ്, അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ജോബ് ഡിസൈൻ, ജോബ് ഡിസൈൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ജോബ് ഡിസൈനിൽ 3 സ്റ്റെപ്പാണ് വരുന്നത്. സ്പെസിഫിക്കേഷൻ ഓഫ് ടാസ്ക്, സ്പെസിഫിക്കേഷൻ ഓഫ് മെത്തേഡ്സ് ടു ബി യൂസ്ഡ് ടു പെർഫോം ഈച്ച് ടാസ്ക്, ദെൻ കോമ്പിനേഷൻ ഓഫ് ടാസ്ക്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. റിക്രൂട്ട്മെന്റ് ഈസ് ദി പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ ദി സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. ദെൻ ഇൻഡക്ഷൻ, ട്രെയിനിങ്. Edwin B. Flippon definition, training is the act of increasing the knowledge and skill of an employee for doing a particular job. കോമ്പൻസേഷൻ മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു, ഗ്രീവൻസ് പറഞ്ഞു, ലേബർ പാർട്ടിസിപ്പേഷൻ ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇതിൽ പാർട്ട് ബി ഒന്ന് നോക്കി നോക്കാം. പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസിൽ ഒന്ന് ഡിസ്കസ് ദി റോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. അപ്പോൾ റോൾ, പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. അപ്പോൾ ഒന്നാമത്തെ റോൾ എന്താ പറയുന്നത്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. രണ്ടാമത്തെ റോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അതേപോലെ തന്നെ പെർഫോമൻസ് മാനേജ്മെന്റ്, എംപ്ലോയി റിലേഷൻ, കോമ്പൻസേഷൻ മാനേജ്മെന്റ്, കംപ്ലയിൻസ് ആൻഡ് ലീഗൽ മാനേജ്മെന്റ്. ഇതൊക്കെ നോക്കേണ്ടത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണ്. സ്ട്രാറ്റജിക് HR പ്ലാൻ, ചേഞ്ച് മാനേജ്മെന്റ് ഇതെല്ലാം ചെയ്യേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ്. അപ്പോൾ അയാളുടെ റോള്, പവർ, ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രീഫ്ലി ഡിസ്കസ് ദി മെത്തേഡ്സ് ഓഫ് കളക്ടിങ് ജോബ് അനലൈസിസ് ഡാറ്റ. അപ്പോൾ ജോബ് അനലൈസിസ് കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ഓഫ് കളക്ട് ജോബ് അനലൈസിസ്. ഒന്ന് ഒബ്സർവേഷൻ മെത്തേഡ്, 2 ഇൻ്റർവ്യൂ മെത്തേഡ്, 3 ക്വസ്റ്റ്യർ മെത്തേഡ്, 4 ഡയറി ലോഗ് മെത്തേഡ്, 5 ടെക്നിക്കൽ കോൺഫറൻസ് മെത്തേഡ്, 6 വർക്ക് സാമ്പിളിംഗ് മെത്തേഡ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദി കണ്ടന്റ്സ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ കണ്ടന്റ് എന്തൊക്കെയാണ് വരിക? ജോബ് ടൈറ്റിൽ വരും, ജോബ് സമ്മറി വരും, കീ റെസ്പോൺസിബിലിറ്റീസ് വരും, അതേപോലെ തന്നെ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് വരും, ക്വാളിഫിക്കേഷൻ വരും, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് വരും, വർക്ക് എൻവയോൺമെന്റ് വരും, പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ്, ഡിസ്കസ് ദി വേരിയസ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിന്റെ സോഴ്സസിൽ ഒന്നാമത്തെ സോഴ്സ് ഇന്റേണൽ സോഴ്സ്, രണ്ടാമത്തെ സോഴ്സ് എക്സ്റ്റേണൽ സോഴ്സ്. അപ്പോൾ ഇന്റേണൽ സോഴ്സിൽ പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ജോബ് പോസ്റ്റിംഗ്, എംപ്ലോയി റെഫറൽ ഇതെല്ലാം വരും. ദെൻ എക്സ്റ്റേണൽ സോഴ്സിൽ അഡ്വർടൈസ്മെന്റ്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, എംപ്ലോയ്മെന്റ് ഏജൻസി, വാക്കിംഗ് ഇന്റർവ്യൂ, ദെൻ ഓൺലൈൻ പോർട്ടൽസ് ഇങ്ങനെയുള്ളതെല്ലാം വരും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ആണ്. അപ്പോൾ ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് പറയുന്നത്? ദാറ്റ് ഈസ് 1 ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി, 2 സ്കിൽ ഡെവലപ്മെന്റ്, 3 എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, 4 അഡാപ്റ്റബിലിറ്റി, 5 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, 6 ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്, 7 കംപ്ലയിൻസ്. ദെൻ നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസലിന്റെ ഫീച്ചേഴ്സ് ഒന്നെന്താണ്? ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ, ഡെവലപ്മെന്റ് ഓറിയന്റഡ്, ഫീഡ്ബാക്ക് മെക്കാനിസം, പീരിയോഡിക് റിവ്യൂ, ഗോൾ അലൈൻമെന്റ്, എംപ്ലോയി ഇൻവോൾവ്മെന്റ്, ഡോക്യുമെന്റേഷൻ. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദി പ്രോസസ് ഓഫ് കരിയർ പ്ലാനിങ്. കരിയർ പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് അസസ്മെന്റ് നടത്തണം. ദെൻ സെറ്റിംഗ് കരിയർ ഗോൾസ്, പിന്നെ നമ്മൾ കരിയർ ഗോൾസ് സെറ്റ് ചെയ്യണം. ദെൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ക്രിയേറ്റിംഗ് എ കരിയർ ഡെവലപ്മെന്റ് പ്ലാൻ, നല്ലൊരു കരിയർ ഡെവലപ്മെന്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഇംപ്ലിമെന്റേഷൻ, ദെൻ മോണിറ്റർ ആൻഡ് റിവ്യൂ. ഇംപ്ലിമെന്റ് ചെയ്യുക, പിന്നെ അത് നമ്മൾ മോണിറ്റർ ചെയ്യുക, റിവ്യൂ ചെയ്യുക. വാട്ട് ആർ ദി ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ കരിയർ പ്ലാനിങ്. കരിയർ പ്ലാനിങ്ങിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? 1 സ്കിൽ ഡെവലപ്മെന്റ്, 2 മെന്റർഷിപ്പ് പ്രോഗ്രാം, 3 പെർഫോമൻസ് അപ്രൈസൽ, ജോബ് റൊട്ടേഷൻ, സക്സഷൻ പ്ലാനിങ്, നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, കണ്ടിന്യൂസ് ലേണിംഗ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പാർട്ട് ബിയിൽ വരുന്നത്. ഇനി പാർട്ട് സി എസ്സേയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ട്രെയിനിങ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്ങിൽ ഓൺ ദി ജോബ് ട്രെയിനിങ്, OJT വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൺ ദി ജോബ് ട്രെയിനിങ്. ഓൺ ദി ജോബ് ട്രെയിനിങ്ങിൽ എന്താ വരിക? കോച്ചിങ്, ജോബ് റൊട്ടേഷൻ, അപ്രന്റിഷിപ്പ്, മെന്ററിങ് ഇതെല്ലാം വരും. ദെൻ ഓഫ് ദി ജോബ് ട്രെയിനിങ്, ലെക്ചർ, സെമിനാർസ്, വർക്ക്ഷോപ്പ്, കോൺഫറൻസ്, സിമുലേഷൻസ്, ലേണിംഗ്, കേസ് സ്റ്റഡി ഇതെല്ലാം വരും. ഇതുകൂടാതെ ഇനിയുണ്ട് കേട്ടോ, ടെക്സ്റ്റിൽ മെത്തേഡ്സ് ഉണ്ട്, പഠിക്കാം. ദെൻ നെക്സ്റ്റ്, ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ്? ഓൾസോ ഡിസ്കസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM. അപ്പോൾ HRMന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? 1 പീപ്പിൾ ഓറിയന്റഡ് ആണ്, 2 സ്ട്രാറ്റജി ഫംഗ്ഷൻ ആണ്, 3 ഡൈനാമിക് ആണ്, ചേഞ്ച് ചെയ്യുന്നതാണ്, 4 കണ്ടിന്യൂസ് പ്രോസസ് ആണ്, 5 മൾട്ടി ഡിസിപ്ലിനറി ആണ്, അല്ലേ? ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM എന്ന് പറയുമ്പോൾ എംപ്ലോയ്മെന്റ് ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ ഓർഗനൈസേഷൻ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ, എംപ്ലോയിന്റെ സാറ്റിസ്ഫാക്ഷൻ, കംപ്ലയിൻസ്, എൻഷുർ അഡറൻസ്, ലേബർ ലോസ് ആൻഡ് റെഗുലേഷൻ, ദെൻ വർക്ക് ഫോഴ്സ് പ്ലാനിങ്. The next question, what do you mean by performance appraisal? Discuss the process of performance appraisal. Performance appraisal process വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പ്രോസസ്? 1 സെറ്റ് ഒബ്ജക്റ്റീവ്, 2 ഡിഫൈനിങ് ക്രൈറ്റീരിയ, 3 മോണിറ്ററിംഗ് പെർഫോമൻസ്, 4 ഇവാലുവേഷൻ, 5 ഫീഡ്ബാക്ക്.
അതായത് ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം, പിന്നെ നമ്മളൊരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് സെറ്റ് ചെയ്യണം, അതാണ് ഈ ഡിഫൈനിങ് ക്രൈറ്റീരിയ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം, അതാണ് മോണിറ്ററിങ് പെർഫോമൻസ്. പിന്നെ നമ്മൾ ഈ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസ് തമ്മിൽ കമ്പയർ ചെയ്യണം, അതാണ് ഇവാലുവേഷൻ. ദെൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡീവിയേഷൻ കിട്ടും, അതനുസരിച്ചിട്ട് നമ്മൾ പുതിയ സൊല്യൂഷനും പ്ലാനോ ഡിസിഷനോ ഒക്കെ എടുക്കണം, ആ ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കണം. ഓക്കെ. ദെൻ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആക്ഷൻ പ്ലാൻ കൊണ്ടുവരും, ദെൻ അത് ഡോക്യുമെൻറ്റേഷൻ ആക്കും. ദെൻ ഇമ്പോർട്ടൻസ് പെർഫോമൻസ് അപ്രൈസൽ, ഐഡൻറ്റിഫൈങ് ട്രെയിനിങ് നീഡ്സ്, മേക്കിംഗ് ഇൻഫോംഡ് ഡിസിഷൻ അബൌട്ട് പ്രൊമോഷൻ, റിവാർഡ്സ് ആൻഡ് ടെർമിനേഷൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, ഡിസ്കസ് ദി വേരിയസ് ഫോംസ് ഓഫ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്. ഫോംസ് ഓഫ് ലേബർ പാർട്ടിസിപ്പേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു. ഒബ്ജക്റ്റീവ്സ് ഒന്ന് ഇംപ്രൂവ്ഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ, 2 പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെന്റ്, 3 വർക്ക് പ്ലേസ് ഡെമോക്രസി, 4 ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് 5 കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഫോംസ് ഏതൊക്കെയാണ്, ഇൻഫോർമേറ്റീവ് പാർട്ടിസിപ്പേഷൻ, 2 കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ, 3 അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ, 4 അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ, 5 ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2023 വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, എല്ലാ ഏരിയയും ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിലും ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കുക, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ റിലേഷനിൽ ഇപ്പോൾ ഗ്രീവൻസ് റിഡ്രസ്സിൽ, ഇതെല്ലാ കാര്യങ്ങളും പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.